everyone, welcome to Competitive Cracker. ഞാൻ കീർത്തന. നമ്മുടെ റീനെറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. അതിന്റെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ റിസൾട്ട് വരാൻ വൈകുന്നുണ്ട് അല്ലേ? ആൻസർ കീ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 5-ാം തീയതി നമ്മുടെ ക്യാൻസൽ ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ആയ എക്സാം അടക്കം 5-ാം തീയതി എല്ലാ എക്സാമും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീസ് 7-ാം തീയതി തന്നെ പകുതി എക്സാമുകളുടെ റിലീസ് ചെയ്യുകയും ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് 11-ാം തീയതി എല്ലാ സബ്ജക്റ്റുകളുടെയും ആൻസർ കീ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിരുന്നു NTA. ഇത് നല്ല കാര്യമാണ്. കാരണം ഡിസംബറിലെ എക്സാമിനേഷൻ വളരെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ എന്നുള്ള മന്തിൽ തന്നെ നമുക്ക് ഡിസംബർ എക്സാമിൻ്റെ അപ്ലിക്കേഷനും അതിൻ്റെ പ്രൊസീജിയറുകളും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സോ അതിനു മുൻപ് സെപ്റ്റംബർ കഴിയുന്നതിന് മുൻപ് റിസൾട്ടും എല്ലാ കാര്യങ്ങളും അടക്കം നമ്മുടെ റീനെറ്റ് എക്സാമിനേഷന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ വളരെയധികം ധൃതിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ആൻസർ കീസ് ഇത്രയും ധൃതിപ്പെട്ട് റിലീസ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് റിസൾട്ടിൽ ഈ ഒരു ധൃതി ഇല്ലാത്തത്? എല്ലാവർക്കും ഈ ഒരു കൺസേൺ ഉണ്ടാവും അല്ലേ? എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് NTA വെബ്സൈറ്റ് ഒക്കെ നോക്കുന്നുണ്ടാവും. ഈ ഒരു ചെറിയ രീതിയിൽ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് റിസൾട്ട് വൈകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ കീ വന്നതിൽ ഹാപ്പി ആണെങ്കിലും മെജോറിറ്റി ഓഫ് പീപ്പിൾ ഹാപ്പി ആണെങ്കിൽ പോലും കുറച്ച് ഇഷ്യൂസ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നോക്കുകയാണെങ്കിൽ വിസിബ്ലി എല്ലാവരും പറയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ ഇത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു 33 to 37 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് റോങ് ആയിട്ടാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 5 ചോദ്യം വരെയൊക്കെ തെറ്റി ചോദിക്കുന്നത് നാച്ചുറൽ ആണ്, ഹ്യൂമൺ ആണ്. ഇപ്പൊ NTA ആണെങ്കിലും അതിൻ്റെ ഉള്ളവരൊക്കെ ഹ്യൂമൻ എറേഴ്സ് എല്ലാവർക്കും സംഭവിക്കാം. പക്ഷേ ഒരു 33 to 37 ചോദ്യങ്ങളിൽ തെറ്റി വരാന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ വലിയ മാർജിൻ ആണ്. അപ്പൊ ഇത്രയും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിനും 200 രൂപ പേ ചെയ്ത് സ്റ്റുഡൻസ് ആണ് ഇതിന്റെ ബേർഡൻ വഹിക്കേണ്ടത്. അപ്പൊ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ ഈ ഒരു കാര്യത്തിൽ NTAക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നത് കൊണ്ടായിരിക്കാം എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും കുറച്ച് റൂമേഴ്സ് പോലെ തന്നെ കുറച്ച് കുട്ടികൾ ഒരുപാട് കൺസേണുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒഫീഷ്യലി എനിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കാര്യത്തിന് ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്നുണ്ട്. ഇവര് എന്താണ് എക്കണോമിക്സിലുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവർ എക്സാമിനേഷന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ കീയിൽ വരുമ്പോൾ ഇവരുടെ ആൻസർ ഷീറ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ എക്സാമിന് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചോദ്യങ്ങൾ ആൻസർ ഷീറ്റിൽ നോക്കുമ്പോൾ ഈ ചോദ്യം ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഞാൻ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ഷീറ്റിൽ കാണുന്നുണ്ട് എന്ന് കുറെ കുട്ടികൾ പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല. ക്ലിയർലി ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഹിസ്റ്ററിയുടെ കാര്യം വിസിബിൾ ആണ്, ഒഫീഷ്യലി ശരിക്കും ഉള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹിസ്റ്ററിയുടെ ആൻസർ കീ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ NTAയുടെ മേലെ ബേർഡൻ ഒരുപാട് കൂടുതലാണ് അല്ലേ? കാരണം പെട്ടെന്നൊരു റിസൾട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൽ വീണ്ടും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ നീറ്റ് പരീക്ഷയിലൊക്കെ നടന്ന പോലെ വളരെ വലിയൊരു സ്കാമിന്റെ ആരോപണം ഉന്നയിക്കപ്പെടാം. അപ്പൊ ഇനിയിപ്പോൾ എങ്ങാനും ഇതേപോലെ ഒരു സ്കാമോ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുകയും വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മൾക്കൊക്കെ റിസൾട്ട് പെട്ടെന്ന് വരണം എന്നുള്ളത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അർഹതപ്പെട്ട റിസൾട്ട് നമുക്ക് കിട്ടണം അല്ലേ? അപ്പൊ അതിനുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1 വീക്ക് ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. എല്ലാവരും കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? മെന്റലി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം എക്സാം ക്യാൻസൽ ചെയ്ത് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടട്ടെ. അപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക്, അതായത് ലാസ്റ്റ് ഡേയുടെ ഉള്ളിൽ എന്തായാലും റിസൾട്ട് വരും എന്നാണ് നമ്മളെല്ലാവരും ഹോപ്പ്ഫുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സംഭവിക്കാം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അനലൈസ് ചെയ്തിട്ട് എങ്ങാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഒരു ഷുവറായിട്ട് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓൾറെഡി 6 months ആയിട്ട് ഡിസംബർ എക്സാമിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ ദേ ആർ ഹാഫ് വേ ദർ അല്ലേ? കാരണം അവർ ഏകദേശം ഒരുപാട് മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവരുടെ കൂടെയാണ് നിങ്ങൾ കമ്പീറ്റ് ചെയ്യേണ്ടത്. എത്ര
എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 90 days ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഒരു ദിവസം പോലും പാഴാക്കാതെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ ഡിസംബറിൽ എന്തായാലും കിട്ടട്ടെ. നിങ്ങളുടെ കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.